പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. പണിമുടക്കിൽ വലഞ്ഞ ജനം. തൃശൂർ KSRTC സ്റ്റാൻഡിൽ ബസ് സർവീസ് സമരാനുകൂലികൾ തടഞ്ഞു. മേയർ MK വർഗീസിന്റെ വാഹനം അങ്കമാലിയിൽ തടഞ്ഞ CITU പ്രവർത്തകർ. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്നുണ്ടായ അപകടം. തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്കല്ലൂർ സ്വദേശി രവീന്ദ്രൻ, ഭാര്യ ജയശ്രീയാണ് മരിച്ചത്. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. ഡോക്ടർ മാറാപ്രേം മിത്രാപോലിത്തയുടെ കബറടക്കം നാളെ തൃശൂരിൽ നടക്കും. മാർത്തുമറിയം പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് കബറടക്കം. രാവിലെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് തുടരുന്നു. സ്വകാര്യ ബസ്സുകളും ടാക്സികളും സർവീസ് നടത്തുന്നില്ല. തൃശൂർ KSRTC സ്റ്റാൻഡിൽ നിന്നുള്ള ബസ് സർവീസ് സമരാനുകൂലികൾ തടഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നിട്ടില്ല. സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. BMS ഒഴികെയുള്ള 10 ട്രേഡ് യൂണിയൻ സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. 24 മണിക്കൂർ നീളുന്ന പൊതുപണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി വരെ തുടരും. അഭിജിത്ത് തലച്ചിറ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. അഭിജിത്ത്, കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തൃശൂരിൽ എങ്ങനെയാണ്? പണിമുടക്ക് പൂർണ്ണമാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലിറ്റി, നമുക്കറിയാം രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 ദേശീയ പണിമുടക്ക് ഇപ്പോൾ ഏറെക്കുറെ ജില്ലയിൽ പൂർണ്ണമെന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം രാവിലെ മുതൽക്ക് തന്നെ ജില്ലയിൽ സമരാനുകൂലികൾ, അതായത് പണിമുടക്ക് അനുകൂലികൾ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും അതുപോലെ KSRTC നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റിപ്പോർട്ടുള്ളതുപോലെ തന്നെ തൃശ്ശൂർ KSRTCയിലെ സർവീസ് നടത്തിയ ബസ്സുകൾ തടഞ്ഞിരുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് 2 ബസ്സുകൾ, അതായത് ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ തൊടുപുഴയ്ക്ക് മൂവാറ്റുപുഴ വഴി തൊടുപുഴയ്ക്കുള്ളൊരു ബസ് ഇപ്പോൾ സർവീസിനായിട്ട് ഈ സ്റ്റാൻഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു അല്പസമയം മുൻപ് നെയ്യാറ്റിൻകരയിലേക്കുള്ളൊരു സ്വിഫ്റ്റ് ബസ്സും സർവീസ് നടത്തിയത്. അതായത് BMSൻ്റെ നേതൃത്വത്തിലുള്ള BMSൻ്റെ തൊഴിലാളികൾ, അതായത് ജീവനക്കാർ ഇപ്പോൾ ഈ ഒരു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ ഈ ഒരു പണിമുടക്കിൽ പ്രതിപക്ഷ സംഘടനകളുടെ ട്രേഡ് യൂണിയനുകളുടെ ജീവനക്കാർ മാത്രമാണ് സമരത്തെ അനുകൂലിച്ച് ഇപ്പോൾ രംഗത്തുള്ളത്. അവരുടെ ആ തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. കൊണ്ട് തന്നെ ഏകദേശം ഭൂരിഭാഗം ബസ്സുകളും സർവീസ് മുടക്കിയിരിക്കുകയാണ്. നിരവധി യാത്രക്കാരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. രാവിലെ മുതൽ തന്നെ ഇത് അറിഞ്ഞ് ഇവിടെ എത്തിയവരാണ്. പണിമുടക്കിൻ്റെ കാര്യങ്ങൾ അറിയാതെ ഉള്ളവരും എത്തിയിട്ടുണ്ട്. എന്നാലും ജില്ലയിൽ ഹർത്താലിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ പണിമുടക്ക് പുരോഗമിക്കുന്നത്. ആൾക്കാർ ഉണ്ട്. യാത്ര ചെയ്യാനാണോ? എവിടോട്ട് പോകാനാണ്? ഞാൻ പാലക്കാട്ടിലോട്ട് പോകും. സമരം അറിയില്ലേ? സമരം അറിയായിരുന്നു, പക്ഷെ ഇന്നലത്തെ സാഹചര്യം മൂലം പോകേണ്ടി വന്നു. അതെ. ഇപ്പോൾ ബസ് ഉണ്ടെന്ന് പറഞ്ഞു? ബസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ കുറച്ച് നേരമായി കാണാറില്ല. കുറേ നേരമായി, ഏകദേശം 2 മണിക്കൂറിനടുത്തായി. ആ സൈഡിലോട്ട് വന്നിട്ടില്ല? ആ സൈഡിലോട്ട് വന്നിട്ടില്ല. ഞാൻ എറണാകുളത്ത് നിന്നായിരുന്നു വന്നത്. ബസ് ഉണ്ടായിരുന്നു? ഇല്ല, അവിടെ നിന്ന് ഞാൻ ആക്ച്വലി ഇന്നലെ എത്തിയായിരുന്നു ഇവിടെ. പിന്നെ പാലക്കാട് പോകണം ഇന്ന്. ഓക്കെ. അപ്പം ഇതുപോലാണ് ലിറ്റി, അതായത് ഒത്തിരി യാത്രക്കാരുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. എന്നാൽ ഇപ്പോൾ എറണാകുളത്തു നിന്ന് വന്ന ഒരു യാത്രക്കാരനാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. ഇതുപോലെ ദൂര ദിക്കിൽ നിന്നും അല്ലെങ്കിൽ ദീർഘദൂര യാത്രകൾ കഴിഞ്ഞെത്തിയ ചിലർ ഇതുപോലെ തന്നെ ഒറ്റപ്പെട്ട യാത്രക്കാർ ഇപ്പോൾ ബസ് സ്റ്റാൻഡുകളിലുണ്ട്. KSRTCയിൽ സർവീസ് ഭരണാനുകൂല സംഘടനകൾ, അതായത് BMSൻ്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ ഇപ്പോഴും സർവീസുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.
നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു കണ്ടക്ടറെ കാണാം. ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം 2 സർവീസുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് നേരത്തെ കാണിച്ച പോലെ തന്നെ തൊടുപുഴയ്ക്കുള്ളൊരു സർവീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നെയ്യാറ്റിൻകരയ്ക്കുള്ളൊരു സർവീസ് സ്വിഫ്റ്റ് ബസ് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ മറ്റിടങ്ങളിലൊന്നും തന്നെ അനിഷ്ട സംഭവങ്ങൾ, അതായത് സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുകയോ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാധാനപരമായി തന്നെ പണിമുടക്ക് മുന്നോട്ട് പോവുകയാണ്. 24 മണിക്കൂർ നീളുന്ന സമരത്തിന് ജില്ലയിൽ ഏറെക്കുറെ ഹർത്താലിന് സമാനമായി തന്നെയാണ് സ്ഥിതിഗതികളുള്ളത്. കാരണം കടകമ്പോളങ്ങളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട്. എന്നാൽ പോലും സ്ഥാപനങ്ങളിലേക്കൊന്നും തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലടക്കം ഹാജർ നില നന്നേ കുറവാണ്. കാരണം രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ സമരരംഗത്തുള്ളത് കൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും ഈ പ്രതിപക്ഷ സംഘടനകളുടെ ഉള്ളതായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സർക്കാർ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു അടഞ്ഞു കിടക്കേണ്ട, പ്രവർത്തനരഹിതമായി തന്നെ കിടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇത് മുൻകൂട്ടി കൊണ്ടുകൊണ്ട് ചില സ്വകാര്യ സ്ഥാപനങ്ങൾ വർക്ക് അറ്റ് ഹോമിലേക്ക് അടക്കം നീങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങൾ, കാറ്, ബൈക്ക് അത്തരത്തിലുള്ള സ്വകാര്യ വാഹനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിനെയൊന്നും ഈ തൃശ്ശൂർ നഗരത്തിൽ ആരും തടയുന്നതായും കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ ദേശീയ പണിമുടക്ക് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ജില്ലയിൽ ഏറെക്കുറെ പൂർണ്ണം എന്ന് തന്നെ ഈ അവസരത്തിൽ പറയേണ്ടി വരും. അഭിജിത്ത്, സമരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ പലതരത്തിലാകാം. ഇന്നിപ്പോൾ ജനങ്ങളെ വലച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സമര മുറയിലേക്ക് കടക്കുമ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇന്നലെ ബസ് പണിമുടക്കായിരുന്നു, ഇന്നിപ്പോൾ ദേശീയ പണിമുടക്ക്. 2 ദിവസമാണ് ആളുകൾ അക്ഷരാർത്ഥത്തിൽ വലഞ്ഞത്. ഇന്നലെ ബസ്സുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് പല സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം യഥാർത്ഥത്തിൽ ഒരു ഹർത്താലിൻ്റെ പ്രതീതിയിലേക്കാണ് കടന്നിരിക്കുന്നത്. സമരാനുകൂലികൾ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം എന്നാണ് റിപ്പോർട്ട് വരുന്നത്. നേരത്തെ KSRTC ഓടുമെന്ന് പറഞ്ഞിരുന്നു, ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 1-2 KSRTC മാത്രമാണ് നിലവിൽ ഓടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമരാനുകൂലികളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളോ മറ്റോ സംഘടിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായും ലിറ്റി, നമുക്കറിയാം രാവിലെ തന്നെ തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ 2 പ്രകടനങ്ങളാണ് നടന്നത്. അതായത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ CMS സ്കൂൾ പരിസരത്ത് നിന്നും സ്വരാജ് റൗണ്ട് ചുറ്റി പട്ടാളം റോഡിലുള്ള BSNL ഓഫീസിലേക്ക് ആദ്യം ഒരു പ്രകടനം നടന്നു. തുടർന്ന് UDTF-ൻ്റെ നേതൃത്വത്തിൽ, അതായത് കോൺഗ്രസ് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലും ഇതേ CMS പരിസരത്ത് നിന്നും സ്വരാജ് റൗണ്ട് ചുറ്റി പ്രകടനം നടന്നു. 2 യൂണിയനുകളുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ നടന്നു. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം MK കണ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. വലിയ രീതിയിലുള്ള ആളുകളും ഈ ഒരു പ്രകടനത്തിൽ പങ്കെടുത്തു. അത് സമാധാനപരമായി തന്നെ അവസാനിക്കുന്നു. അതായത് കേന്ദ്ര സർക്കാരിനെതിരായ ജനവികാരമാണ് ഈ ഒരു ദേശീയ പണിമുടക്കിലൂടെ ജനങ്ങളടക്കം രേഖപ്പെടുത്തുന്നതെന്നായിരുന്നു എല്ലാ ട്രേഡ് യൂണിയനുകളും പറയുന്നത്. കാരണം ജനങ്ങൾ ഇതിനെ പൂർണ്ണമായും സഹകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മുൻകൂട്ടി പ്രഖ്യാപിച്ച പണിമുടക്കായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനെ പൂർണ്ണ പിന്തുണ നൽകുന്നു. സർക്കാരിനെതിരെയുള്ളൊരു ജനവികാരം തന്നെ ഈ ഒരു പണിമുടക്കിൽ കാണാൻ കഴിയുന്നു എന്നാണ് സംഘടനകളെല്ലാം തന്നെ പറയുന്നത്. എന്തായാലും ഈ ഒരു സമയത്തും BMS അടക്കമുള്ള സംഘടനകളിലെ ജീവനക്കാർ മാത്രമാണ് ഇപ്പോൾ KSRTC-യിലടക്കം ജോലിക്ക് എത്തിയിട്ടുള്ളത്. അത് ചില ബസ്സുകൾ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ KSRTC ബസ്സുകളടക്കം തടയുന്നൊരു സാഹചര്യമുണ്ട്. ജില്ലയിലും നേരിയ തോതിൽ അത്തരത്തിലുള്ള തടയൽ രാവിലെ നടന്നിരുന്നു. എന്നാൽ അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. പോലീസിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ തങ്ങൾ സർവീസ് നടത്തുമെന്നാണ് BMS സംഘടനയിൽപ്പെട്ടവർ പറയുന്നത്. മറ്റ് ജില്ലയിലെ നേരത്തെ സൂചിപ്പിച്ചുള്ള തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയെല്ലാം തന്നെ അത് നിശ്ചലമെന്ന് വേണം പറയാൻ. കാരണം വാഹനങ്ങൾ, ഈ സ്കൂളുകളിലെ അടക്കം വാഹനങ്ങൾ ഈ സംഘടനയിൽപ്പെട്ട അനുകൂലികളൊന്നും തന്നെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകളുടെ എല്ലാം പ്രവർത്തനം നിശ്ചലമായിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളിലെ ഹാജർ നില ഏറെക്കുറെ നിശ്ചലമെന്ന് പറയാം. ഈ സർക്കാരും ഒപ്പം തന്നെ KSRTC-യും ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു. അതിനെതിരെയും ഈ സംസ്ഥാനത്ത് ഇടത് സംഘടനകൾ രംഗത്ത് വന്നിരുന്നു.
LDFിൻ്റെ കൺവീനർ അടക്കം ഇതിനെതിരെ മന്ത്രിക്കെതിരെ, അതായത് നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ, മുന്നണിയിലുള്ള മന്ത്രിക്കെതിരെ തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. കാരണം ഡയസ്നോൺ പ്രഖ്യാപിച്ചത് മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം TP രാമകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഇത് മുൻകൂട്ടി നിശ്ചയിച്ച് നോട്ടീസ് നൽകിയില്ല എന്നായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാദം. ഇതിനെതിരെ ശക്തമായി LDF കൺവീനറും രംഗത്ത് വന്നു. മന്ത്രിക്കല്ല നിവേദനം നൽകുന്നത്, MDക്കാണ് എന്ന തരത്തിൽ അത്തരത്തിലുള്ള വിവാദവും ഇന്നലെ ഉയർന്നു. അതായത് ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ തന്നെ ഈ ഒരു ദേശീയ പണിമുടക്കിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള രീതിയിലുള്ള വിമർശനവും ഇന്നലെ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള വാർത്തകളും ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് മന്ത്രിയുടെ ആ ഒരു നിർദ്ദേശങ്ങളെയും വാദങ്ങളെയും ഒക്കെ തള്ളിക്കൊണ്ട് തന്നെയാണ് KSRTCയിലെ ഭൂരിഭാഗം ജീവനക്കാരും ഈ ഒരു ഡയസ്നോൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടിയും പണിമുടക്കിൻ്റെ ഭാഗമായി അണിനിരന്നു. അതുകൊണ്ട് തന്നെ സർവീസുകളൊക്കെ ഏറെക്കുറെ നിശ്ചലമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പത്തനംതിട്ടയ്ക്കുള്ള ഒരു കോഴിക്കോട് നിന്നും പത്തനംതിട്ടയ്ക്കുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കോഴിക്കോട് നിന്നും പത്തനംതിട്ടയ്ക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സും എത്തിയിട്ടുണ്ട്. ചില യാത്രക്കാരും ഇതിൽ വന്നിറങ്ങിയിട്ടുണ്ട്. നമുക്ക് അവരോടൊരു പ്രതികരണം ഒന്ന് തേടാമെന്ന് തോന്നുന്നു. ചേട്ടാ, വന്ന വഴിക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും? ഒരു കുഴപ്പമുണ്ടായില്ല, നന്നായിരുന്നു. കുറച്ച് നന്നായി തുടങ്ങി, ഒരു തടസ്സമില്ല. എവിടുന്ന വരുന്നത്? ഞാൻ അക്കിക്കാവും. അവിടെ പ്രകടനങ്ങളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. കുന്നോളത്ത് എന്തോ ഒരു ഇത് നടന്നിരുന്നവര്, പ്രകടനമല്ല, മീറ്റിംഗ് നടന്നിരുന്നു ബസ് സ്റ്റാൻഡിൽ. നമുക്ക് അതിൻ്റെ പ്രശ്നത്തിലേക്കാണ്. എന്തായാലും ഇതിൻ്റെ ഒരു തടസ്സങ്ങളോ വല്ലതും ഉണ്ടായിരുന്നു? 2-3 ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുഴപ്പമില്ല, എല്ലാം പോലീസിൻ്റെ സുരക്ഷ ഉണ്ടായിരുന്നു. വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ആണ്, അതായത് ബസ്സിൻ്റെ ഡ്രൈവർ തന്നെയാണ് നമ്മോട് പ്രതികരിച്ചത്. BMSൻ്റെ ജീവനക്കാരാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാര്യമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ റോഡിലുണ്ടായിരുന്നില്ല. ഇനി അഥവാ അത്തരത്തിലുണ്ടെങ്കിൽ തന്നെ പോലീസിൻ്റെ കൃത്യമായ ഒരു സുരക്ഷയും ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. ലിറ്റി, ശരി, അഭിജിത്ത് വിവരങ്ങൾ നൽകിയതിന്. എന്തായാലും BMS ഒഴികെയുള്ള 10 ട്രേഡ് യൂണിയൻ സംഘടനകളാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നടക്കുന്ന പണിമുടക്ക് 24 മണിക്കൂർ പണിമുടക്ക് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ജില്ലയിൽ പൂർണ്ണം എന്ന് തന്നെ പറയാം. 1-2 KSRTCകൾ ഒഴിച്ച് BMSന്റെ തൊഴിലാളികൾ സർവീസ് നടത്തുന്ന KSRTC ഒഴിച്ച് ബാക്കി എല്ലാ KSRTC സർവീസുകളടക്കം നിശ്ചലമായ ഒരവസ്ഥയാണ്. എന്തായാലും ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. തൃശൂർ മേയർ MK വർഗീസിന്റെ വാഹനം CITU പ്രവർത്തകർ തടഞ്ഞു. അങ്കമാലിയിൽ വെച്ചാണ് വാഹനം തടഞ്ഞത്. പിന്നീട് പോലീസ് ഇടപെട്ട് വാഹനം വഴിതിരിച്ചുവിട്ടു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് പുതുക്കാട് മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. KSRTC സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഓടിയത്. ദേശീയപാതയിലും തിരക്ക് കുറവായിരുന്നു. ചുരുക്കം ചില ദീർഘദൂര KSRTC ബസ്സുകൾ സർവീസ് നടത്തി. പുതുക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പുതുക്കാട്, ആമ്പലൂർ, വരന്തരപ്പള്ളി എന്നിവിടങ്ങളിൽ പ്രകടനം നടന്നു. വരന്തരപ്പള്ളി മേഖലയിലും കടകൾ തുറന്നു പ്രവർത്തിച്ചില്ല. തൊഴിലാളികളെ അടിമകളാക്കും. ലേബർ കോഡുകൾ പിൻവലിക്കുക. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് എരുമപ്പെട്ടി മേഖലയിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചില്ല. സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ, ടാക്സി തുടങ്ങിയ പൊതുഗതാഗത വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല. മേഖലയിൽ തുറന്നു പ്രവർത്തിച്ച ബാങ്കുകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം കമ്മിറ്റി അംഗം TK മനോജ് കുമാർ അധ്യക്ഷനായി. ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഏരിയ സെക്രട്ടറി MS സിദ്ധൻ, CPL ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി സുമന സുഗതൻ, പഞ്ചായത്ത് കോർഡിനേഷൻ കൺവീനർ PT ദേവസി, ചെയർമാൻ TK സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് TK ശിവൻ, PA ബൈജു, നകുല പ്രമോദ്, OS മനോജ് എന്നിവർ നേതൃത്വം നൽകി. അനിൽ അംബാനിയുമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് രൂപ വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ തന്ത്രപ്രധാന മേഖലകൾ ഉൾപ്പെടെ റെയിൽവേ, എയർപോർട്ട് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖല
വെള്ളങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളങ്കല്ലൂർ എരുമത്തടം ഫ്രാൻസ് നഗർ സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രൻ ഭാര്യ 60 വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത്. രവീന്ദ്രനും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. രാവിലെ ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇരുവരും വീട്ടിൽ കയറി ലൈറ്റ് ഓണാക്കിയപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് കരുതുന്നത്. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ രണ്ടും പുറത്താണ് വെച്ചിട്ടുള്ളത്. ഗ്യാസ് ലീക്കായി വീടിനകത്ത് മൊത്തം നിറഞ്ഞിരുന്നതായാണ് അനുമാനം. വീടിന്റെ മുൻവശത്തെ ഇരുമ്പുവാതിൽ അടക്കം തകർന്നിട്ടുണ്ട്. എല്ലാ മുറികളിലെയും ഗ്യാസ് നിറഞ്ഞു നിന്നിരുന്നതിനാൽ മുറികളെല്ലാം തീ പടർന്ന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മരോട്ടിച്ചാൽ സ്വദേശി പറപ്പുള്ളിത്തറയിൽ സോമന്റെ നേന്ത്രവാഴ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പൊലീത്തായുടെ ഖബറടക്കം നാളെ തൃശൂരിൽ നടക്കും. മാർത്തുമറിയം വലിയ പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് ഖബറടക്കം. രാവിലെ 10-ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. 11-ന് നഗരി കാണിക്കൽ നടക്കും. ഉച്ചയ്ക്ക് 1-ന് നടക്കുന്ന ഖബറടക്ക ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർത്തുമറിയം വലിയ പള്ളിയിൽ പൊതുദർശനം ഇന്ന് തുടരും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഈ മാസം കൈമാറും. പ്രത്യേക അന്വേഷണ സംഘം ADGP H. വെങ്കടേഷിനാണ് റിപ്പോർട്ട് കൈമാറുക. പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നാണ് സംഘം അന്വേഷിച്ചിരുന്നത്. അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തിരുന്നു. 2024-ൽ പൂരം അലങ്കോലപ്പെട്ടതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. തൃശൂർ പാലക്കാട് റൂട്ടിൽ നിന്ന് ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മുടിക്കോട് സർവീസ് റോഡിൽ ഗതാഗത നിയന്ത്രണം. പാലക്കാട് ഭാഗത്തേക്ക് വരുന്ന വലിയ വാഹനങ്ങൾ വടക്കാഞ്ചേരി ഷൊർണൂർ വഴിക്കും ചെറിയ വാഹനങ്ങൾ പാണഞ്ചേരി ചെമ്പൂത്ര വഴിയും യാത്ര ചെയ്യണം എന്നാണ് പോലീസ് നിർദ്ദേശം. ഒരു കാലഘട്ടത്തിൽ നാടകവേദിയിലെ തിരക്കേറിയ കലാകാരനായിരുന്നു കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി. ഇപ്പോൾ ആരവമൊഴിഞ്ഞ വേദി കണക്കെ ജീവിത സായാഹ്നത്തിൽ ഓർമ്മകളുടെ തിരശ്ശീലയിൽ കണ്ണുനട്ടിരിക്കുകയാണ് ഈ കലാകാരൻ. രചന, സംവിധാനം, രംഗപടം, അഭിനയം, ഗാനരചന എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്കേ ചിത്രരചനയിലും അഭിനയത്തിലും മികവ് തെളിയിച്ച കൃഷ്ണൻകുട്ടി 1964 സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിലെത്തിയത്. 1973 മുതൽ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി 1979-ൽ സ്വയം പ്രഭ എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് രൂപീകരിച്ചു. അദ്വാന്തം എന്ന സ്വന്തം നാടകത്തിൽ ജഗന്നാഥവർമ്മ, PN ബാലകൃഷ്ണപിള്ള തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാരെ താരങ്ങളാക്കി കൃഷ്ണൻകുട്ടി. ഏകദേശം 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് സേവ്യർ പുൽപ്പാട്ട്, കഴിമ്പ്രം വിജയൻ തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംവിധായകരുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനേതാവായി. നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് 2020-ൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചു. ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായി. കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ മറന്നുപോയ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി സമ്പത്ത് കൂട്ടിച്ചേർത്തില്ലെങ്കിലും കലാജീവിതത്തിൽ നല്ല നാളുകളും നിരവധി ശിഷ്യരെയും സമ്പാദിച്ചുവെന്ന അഭിമാനം കാത്തു സൂക്ഷിക്കുകയാണ് ഇന്നും. ശരിക്കും 3500-ലേറെ അഭിനയിച്ചിട്ട് മാത്രം സംവിധാനം ഒരു 10-80ഓളം അത് ഈ ട്രൂപ്പിൽ പോണ കാരണം അധികം ചെയ്യാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ ഒരു മടുപ്പ് വന്നു രണ്ടോടം ചെയ്യുമ്പോൾ. കാരണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ സംഖ്യ കിട്ടുന്നില്ല. എല്ലാവരും നമ്മളിട്ട് വെച്ചു. ശരിക്കും പറഞ്ഞാൽ 3 സെൻറ്റ് ഭൂമി എടുക്കാനുള്ള കാശ് എല്ലാവരും കൂടി എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഒന്നും നേടിയില്ല എന്നുള്ളൊരു മനോവിഷമം സ്വയം ഉണ്ടാണ്. കലയുടെ രൂപം മാറിയ പുതിയ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന കലാകാരന്മാർ വെറും ഫ്ലാഷ് ബാക്ക് കഥാപാത്രമാണ്. എങ്കിലും ജീവിത സായാഹ്നത്തിൽ തൻ്റെ കഥാപാത്രങ്ങളെപ്പോലെ ഇന്നലകളുടെ വേദികളെ അനശ്വരമാക്കിയ ഓർമ്മകളുമായി ഈ കലാകാരൻ മനസ്സിലെ വേദിയിൽ പല വേഷങ്ങൾ അണിഞ്ഞഭിനയിക്കുകയാണ് ഇന്നും. TCV കൊടുങ്ങല്ലൂർ.
ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. എറിയാട് പഞ്ചായത്തിൽ വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി KA ഹഫ്സൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK അസീം, സാറാബി ഉമർ, നജ്മൽ ഷക്കീർ എന്നിവർ സംസാരിച്ചു. നിരവധിയായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കടമ്പകൾ പൂർത്തീകരിച്ച് ഇന്നിവിടെ നിദ്ര എന്ന പേരിലുള്ള വാതക ക്രിമിറ്റോറിയം ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. സാധാരണ ഈ ക്രിമിറ്റോറിയങ്ങളുടെ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ രീതിയിലൊരു പ്രശ്നമുള്ള കാര്യമാണ്. നമ്മുടെ പൊതു ഉടമയിൽ അല്ലെങ്കിൽ പെരിഞ്ചേരിയിൽ കിണറ്റിൽ വീണ വീട്ടമ്മയെ ഫയർഫോഴ്സ് എത്തുന്നതുവരെ കിണറ്റിലിറങ്ങി സംരക്ഷിച്ചു നിർത്തിയ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ ജനമൈത്രി സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കിണറ്റിലിറങ്ങിയ CPO TN പ്രദീപിനെയും ടീം അംഗങ്ങളായ SI MS ഷാജു, CPOമാരായ അനീഷ് കൊടകര, അജിത് കുമാർ എന്നിവരെയാണ് ജനമൈത്രി സമിതി അനുമോദിച്ചത്. സബ് ഇൻസ്പെക്ടർ പ്രദീപൻ ഉപഹാരം നൽകി. ജനമൈത്രി സമിതി കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട്, KR സിദ്ധാർത്ഥൻ, MS അലക്സി, ഇക്ബാൽ ബാബു, MG അഭിലാഷ്, CPO സിന്ധി തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് അൽതാഫ്, KS വിമൽ, KB അശോകൻ, ജോയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അബദ്ധത്തിൽ കിണറ്റിൽ വീണ പുളിക്കൽ വീട്ടിൽ ലിജിക്കാണ് പോലീസ് രക്ഷകരായത്. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയും ലൈബ്രറി കൌൺസിലും സംയുക്തമായി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ, നാടിപ്പാറ പിറവി വായനശാല പ്രസിഡന്റ് VS സുബീഷ്, മഞ്ജു സജി, KM ഗീത, പ്രിന്റി പ്രദീപ്, നിധീഷ് ഗോപി എന്നിവർ സംസാരിച്ചു. മണലും മെറ്റലും കൊണ്ട് ക്ഷേത്രത്തിൽ തുലാഭാരം. പാർലിക്കാട് വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഭക്തന്റെ വഴിപാട് നടന്നത്. ജീവകാരുണ്യ പ്രവർത്തകനായ പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് വേറിട്ട വഴിപാട് നടത്തിയത്. ക്ഷേത്രത്തിൽ പുതിയ തുലാഭാരത്തട്ടും സമർപ്പിച്ചു. കെട്ടിട നിർമ്മാണ കരാറുകാരനാണ് സുരേഷ്. ക്ഷേത്രത്തിലേക്ക് ഒരു തുലാഭാരത്തട്ട് നൽകണമെന്നത് സുരേഷിന്റെ വർഷങ്ങളായുള്ള സ്വപ്നമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ തുലാഭാരവും സമർപ്പണവും നടത്തിയത്. ക്ഷേത്രത്തിൽ സമർപ്പിച്ച തുലാഭാരത്തട്ടിൽ പഞ്ചസാര കൊണ്ട് ആദ്യം സുരേഷിന്റെ മാതാവ് തങ്കവും തുടർന്ന് മെറ്റലും മണലും കൊണ്ട് സുരേഷും തുലാഭാരം നടത്തി. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലേക്കായി പുഷ്പ ഉദ്യാനങ്ങൾ ഒരുക്കിയും ശ്രദ്ധേയനാണ് ഇദ്ദേഹം. വയോജനങ്ങൾക്ക് പെൻഷൻ നൽകിയും വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമെല്ലാം ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് സുരേഷ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന പണിമുടക്ക് ചാവക്കാട് മേഖലയിൽ പൂർണ്ണം. മേഖലയിൽ ഹർത്താൽ പ്രതീതി സൃഷ്ടിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളും സ്കൂളുകളും തുറന്നു പ്രവർത്തിച്ചില്ല. ചില സ്വകാര്യ വാഹനങ്ങൾ ഒഴിച്ച് മറ്റ് വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയില്ല. നിരത്തിലിറങ്ങിയ ദീർഘദൂര ചരക്ക് വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞു. പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. മാള മേഖലയിൽ പൊതുപണിമുടക്ക് പൂർണ്ണം. KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. ടൗൺ മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. പഞ്ചായത്ത് ഓഫീസുകളും സർക്കാർ ഓഫീസുകളും പ്രവർത്തിച്ചില്ല. ഗ്രാമീണ മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളും മരുന്ന് കടകളും തുറന്നു പ്രവർത്തിച്ചു. LDFന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് അനുകൂലികൾ പ്രകടനം നടത്തി. തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു.
പൊതുപണിമുടക്ക് മാള മേഖലയിൽ പൂർണ്ണം. വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, മാളയിൽ എങ്ങനെയാണ് പൊതുപണിമുടക്ക് പൂർണ്ണമാണ്? വിശദാംശങ്ങൾ. മാള മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. പണിമുടക്ക് അനുകൂലികൾ മാളയിൽ പ്രകടനം നടത്തി. മാളയിലും സമീപ പ്രദേശങ്ങളിലെ എല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടഞ്ഞുകിടന്നു. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നതായി കാണുന്നുണ്ട്. പഞ്ചായത്ത് ഓഫീസുകൾ, വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. ജനജീവിതം സ്തംഭിക്കുന്ന രീതിയിലേക്ക് പൊതു പണിമുടക്ക് മാറിയിരിക്കുന്നു. സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ KSRTC ബസ്സുകളും പൂർണ്ണമായും സർവീസ് നിർത്തിവെച്ചു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഓഫീസുകളെല്ലാം അടഞ്ഞുകിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ടൗൺ പ്രദേശങ്ങളിലാണ് പൂർണ്ണമായും വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ജനങ്ങളെ സംബന്ധിച്ചൊരു ആശ്വാസം പകരുന്ന കാര്യമാണ്. എയർപോർട്ട്, അതുപോലെ ആശുപത്രി, അത്തരം സർവീസുകളൊക്കെ നടക്കുന്നുണ്ട്. മരുന്ന് കച്ചവടം, അതായത് മെഡിക്കൽ സ്റ്റോറുകൾ എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവശ്യ സർവീസുകളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ പൊതുഗതാഗതം സ്തംഭിച്ച അവസ്ഥയിലാണ്. ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമായ ഒരവസ്ഥയാണ്. മാളയിലും അത്തരത്തിൽ തന്നെയാണ്. പല സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്വകാര്യ സർവീസുകൾ മാത്രമാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളൂ. മറ്റ് സർവീസുകളൊന്നും തന്നെ ഇല്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്ന അവസ്ഥ. അവശ്യ സേവനങ്ങൾ മാത്രമാണുള്ളത്. രാജീവാണ് മാളയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ദേശീയ പൊതുപണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടികയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. നാട്ടിക സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തൃപ്രയാർ BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KS അജയൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജിഹാസ് ജമാൽ, ട്രേഡ് യൂണിയൻ നേതാക്കളായ CS മണി, UK ഗോപാലൻ, V ശ്രീകുമാർ, EV ധർമ്മൻ, KK സന്തോഷ്, MR ദിനേശൻ, രജനി ബാബു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരെ പണിമുടക്ക് വലച്ചു. KSRTC ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകൾ നടത്തിയില്ല. മറ്റ് ഡിപ്പോകളിൽ നിന്നുള്ള ദീർഘദൂര ബസ്സുകളെത്തി തിരിച്ചുപോയി. രാവിലെയുള്ള സർവീസുകളിൽ വിരലിൽ എണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓഫീസിൽ ജീവനക്കാർ കുറവായിരുന്നു. നിരത്തിലിറങ്ങിയ ടൂറിസ്റ്റ് വാഹനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. ക്ഷേത്രനടയിൽ തുറന്ന് പ്രവർത്തിപ്പിച്ച ഹോട്ടൽ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ സമരക്കാർ അടപ്പിച്ചു. അടയ്ക്കാൻ വിസമ്മതിച്ച സ്ഥാപനങ്ങളിലെ സാധനങ്ങൾ സമരക്കാർ റോഡിലേക്ക് എറിഞ്ഞു. പടിഞ്ഞാറേ നടയിൽ ഇന്നർ റിംഗ് റോഡിലുള്ള ശാസ്ത സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിലെ വസ്ത്രങ്ങളാണ് റോഡിലേക്ക് എറിഞ്ഞത്. നടപ്പുരകളിലെ കടകളും തുറക്കാൻ അനുവദിച്ചില്ല. ഹോട്ടലുകൾ അടഞ്ഞുകിടന്നതോടെ ഭക്ഷണം കിട്ടാതെ വലഞ്ഞ ഭക്തർക്ക് ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ട് ആശ്വാസമായി. 16 വിവാഹങ്ങളും 500ഓളം കുട്ടികൾക്ക് ചോറൂണ് നൽകലും ക്ഷേത്ര സന്നിധിയിൽ നടന്നു. ട്രെയിനിനായാണ് ഭക്തർ കൂടുതലായി ആശ്രയിച്ചത്. പണിമുടക്ക് അനുകൂലികൾ നഗരത്തിൽ പ്രകടനം നടത്തി. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ CMS സ്കൂൾ പരിസരത്ത് നിന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് പട്ടാളം റോഡിലെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുസമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. AITC നേതാവ് M രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കന്മാരായ PK ഷാജൻ, MK തങ്കപ്പൻ, മോഹൻദാസ് എടക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. UDFന്റെ നേതൃത്വത്തിൽ CMS സ്കൂൾ പരിസരത്ത് നിന്ന് AG's ഓഫീസിന് മുന്നിലേക്ക് പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. FITU ASET സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലും തൃശൂരിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. ആ നയങ്ങൾ തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള മോദി സർക്കാർ ആദ്യം പോയി. ഇപ്പം ഓരോ അധികാരികളുടെ ചുരുങ്ങിയ സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും ധാരാളം പണിമുടക്കുകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു. അതിന് വ്യത്യസ്തമായി
അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ദേശാടന പക്ഷിയെ അവശനിലയിൽ കണ്ടെത്തി. ചുവന്ന കൊക്കുള്ള ട്രോപ്പിക് പക്ഷി എന്നറിയപ്പെടുന്ന ഫേദോൺ എത്തറീസ് ഇനത്തിൽപ്പെട്ട പക്ഷിയെയാണ് കണ്ടെത്തിയത്. മുനക്കൽ ബീച്ചിൽ പ്രഭാത സവാരിക്കെത്തിയവരാണ് പക്ഷിയെ കണ്ടത്. പറക്കാനാകാതെ തളർന്നിരിക്കുകയായിരുന്ന പക്ഷിയെ ഇവർ ബീച്ചിലെ വാച്ച്മാനെ ഏൽപ്പിക്കുകയായിരുന്നു. അനിമൽ റെസ്ക്യൂവറായ താഹിർ അഴീക്കോട് പക്ഷിയെ ഏറ്റെടുത്തു. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പക്ഷിയെ വിട്ടയക്കുമെന്ന് താഹിർ പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടെയുള്ള ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് ട്രോപ്പിക് പക്ഷികളെ കാണപ്പെടുന്നത്. ജില്ലയിലെ കടൽ തീരത്ത് 2 ഡോൾഫിനുകൾ ചത്തുപൊങ്ങിയത് കൊച്ചി കപ്പൽ അപകടത്തെ തുടർന്നുള്ള രാസമാലിന്യങ്ങൾ മൂലമാണെന്ന് സംശയിക്കുന്നതായി വനംവകുപ്പ്. ഈ സംശയം ഉന്നയിച്ച് ചാലക്കുടി ഡിഎഫ്ഒ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർക്ക് കത്തയച്ചു. ജൂൺ 26-നാണ് ആദ്യത്തെ ഡോൾഫിന്റെ ജഡം കടൽ തീരത്ത് പൊങ്ങിയത്. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ജൂൺ 27-നാണ് അതേ സ്ഥലത്ത് രണ്ടാമത്തെ ഡോൾഫിന്റെ ജഡം പൊങ്ങിയത്. അഴുകിയതിനാൽ സാമ്പിൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. ഈ 2 സംഭവങ്ങൾക്കും കൊച്ചി കപ്പൽ അപകടമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതായാണ് ഡിഎഫ്ഒയുടെ കത്തിൽ പറയുന്നത്. ഈ മാസം 1-നാണ് കത്തയച്ചത്. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മെയ് 25-നാണ് 643 കണ്ടെയ്നറുകളുമായി എൽസ 3 എന്ന കപ്പൽ മുങ്ങിയത്. ഗുരുവായൂർ നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ചികിത്സ മുടങ്ങുന്നതായി പരാതി. ഇതുമൂലം രോഗികൾ ദുരിതക്കിടക്കയിൽ. കിടപ്പ് രോഗികൾക്ക് ചികിത്സ മുടങ്ങുന്നുവെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് KP ഉദയന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരായ KPA റഷീദ്, VK സുജിത്ത്, CA സൂരജ് എന്നിവർ ആശുപത്രി സന്ദർശിച്ചു. ജീവനക്കാരില്ലാത്തതിനാൽ 10 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്ത രോഗിക്ക് 1 മാസത്തിലധികം കിടക്കേണ്ടി വന്നതായി ഇവർ പറഞ്ഞു. ഈ ആയുർവേദ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല, ആവശ്യത്തിന് ഉഴിച്ചിലുകാരില്ല. ഒരു 10 ദിവസം ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ അഡ്മിറ്റായ പേഷ്യന്റ് 1 മാസമായിട്ടും അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതിന് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതിന്റെ പോരായ്മകളാണ് അവരവിടെ അനുഭവമായി പറയുന്നത്. ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിക്കും DMOയ്ക്കും പരാതി നൽകും. ആശുപത്രിയിൽ ഒരു പുരുഷ തെറാപ്പിസ്റ്റ് മാത്രമാണ് ഉള്ളത്. ഇയാൾ അവധിയെടുക്കുമ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റാണ് തെറാപ്പി നൽകേണ്ടത്. എന്നാൽ 2 നഴ്സിംഗ് അസിസ്റ്റന്റും സ്ത്രീകളാണ്. അതുകൊണ്ടാണ് പുരുഷ രോഗികളുടെ തെറാപ്പി മുടങ്ങുന്നതെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഉമാ കെ ശങ്കർ പറഞ്ഞു. സ്ഥാപനത്തില് കൂടി ഒരു മെയിൽ തെറാപ്പിസ്റ്റ് നാഷണൽ മിഷനാണ് അനുവദിച്ചിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റിന് തെറാപ്പിസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ പേഷ്യൻസിനുള്ള കിടപ്പ് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല, തെറാപ്പി ചെയ്യാനായിട്ട് സാധ്യമല്ല. ഒരു ദിവസം അവർക്ക് ലീവ് വരുമ്പോൾ, അവർക്ക് ലീവ് അർഹതപ്പെട്ടതാണ്, ലീവ് വരുമ്പോൾ ആ ഒരു ദിവസം ട്രീറ്റ്മെന്റ് മുടങ്ങാറുണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റ് മെയിലില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് മുടങ്ങിപ്പോകുന്നത്. രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. മാവിൻ ചുവടുള്ള കെട്ടിടം പൊളിച്ചു പണിയുന്നതിനാൽ 10 മാസത്തോളമായി കിഴക്കേനടയിലെ അമ്പാടി ടൂറിസ്റ്റ് ഹോം കെട്ടിടത്തിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം. ബലക്ഷയം നേരിടുന്നതിനാൽ നഗരസഭ പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടമാണിത്. വിള്ളൽ വീണ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. TCV ഗുരുവായൂർ. തൃശൂരിലെ ജീവകാരുണ്യ സംഘടനയായ ഹൃദയ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ഏങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോമിന് സമ്മാനിച്ചു. പോപ്പോൾ മേഴ്സി ഹോമിൽ നടന്ന പുരസ്കാര സമർപ്പണം ഡോക്ടർ MB അബ്ദുൾ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് ഏറ്റുവാങ്ങി. കരുതിക്കൂട്ടി വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന കരുണ പറ്റിയ സമൂഹമായി നാട് മാറിയെന്ന് അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു. സ്നേഹശൂന്യതയാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ സാഹചര്യത്തിലാണ് ഹൃദയ ഫൗണ്ടേഷന്റെ നന്മയുള്ള പ്രവൃത്തി എന്നത് പ്രശംസനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹൃദയ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കവയിത്രി ശ്രീദേവി അമ്പലപുരം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം, ഹൃദയ ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ട്രഷറർ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, എക്സിക്യൂട്ടീവ് അംഗം എൽദോ തോമസ്, പോപ്പോൾ മേഴ്സി ഹോം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് ചിറ്റിലപ്പിള്ളി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ബുദ്ധിവൈകല്യമുള്ള 300-ലധികം കുട്ടികളെ പരിശീലിപ്പിക്കുകയും എയ്ഡ്സ് രോഗികളുടെ പുനരധിവാസവും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള ചികിത്സയും തളർന്ന രോഗികൾക്കുള്ള പരിപാലനവും നൽകുന്നതാണ് പോപ്പോൾ മേഴ്സി ഹോമിനെ അവാർഡിന് അർഹമാക്കിയത്. തൃശൂരിലെ 1000-ഓളം വ്യക്തികളുടെ കൂട്ടായ്മയായ ഹൃദയ ഫൗണ്ടേഷൻ 365 ദിവസവും സൗജന്യ ഡയാലിസിസ്,
സൗജന്യ കീമോതെറാപ്പി, നിർധനർക്കുള്ള ചികിത്സാ സഹായങ്ങൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ഭവനരഹിതരായവർക്ക് വീട് എന്നിങ്ങനെയുള്ള സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മാതൃക സൃഷ്ടിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. പണിമുടക്കിൽ വലഞ്ഞ ജനം. തൃശൂർ KSRTC സ്റ്റാൻഡിൽ ബസ് സർവീസ് സമരാനുകൂലികൾ തടഞ്ഞു. മേയർ NK വർഗീസിന്റെ വാഹനം അങ്കമാലിയിൽ തടഞ്ഞ് CITU പ്രവർത്തകർ. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്നുണ്ടായ അപകടം. തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്കല്ലൂർ സ്വദേശി രവീന്ദ്രൻ ഭാര്യ ജയശ്രീയാണ് മരിച്ചത്. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാനയിറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതി. ഡോക്ടർ മാറാപ്രേ മെത്രാപ്പൊലീത്തയുടെ കബറടക്കം നാളെ തൃശൂരിൽ നടക്കും. മാർത്തമറിയം പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് കബറടക്കം. രാവിലെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.